Good afternoon to all, respected chair and my dear colleagues. Today's Bitech, my topic is quality education. First of all, I introduce myself. I am Lata, one among the senior teacher of this Vidyalaya. Education is for transformation and not for beyond information. It is a continuous and creative process. True education releases capacities, develop analytical abilities. Confidence is oneself, willpower, and goal setting competencies, and instant the vision that will enable a person to become self-motivative agent of social change. വിദ്യാഭ്യാസം എന്നത് ഇൻഫോർമേഷൻ കൊടുക്കൽ മാത്രമല്ല, ആ ഇൻഫോർമേഷനിലൂടെ ട്രാൻസ്ഫോർമേഷൻ കൂടി നടക്കണം. അതായത് പഠിച്ച കാര്യങ്ങൾ മറ്റ് പലയിടത്തും ആവശ്യമുള്ളിടത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതായിരിക്കണം. വിദ്യാഭ്യാസം ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കലും അത് അവസാനിക്കില്ല. നമ്മൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ടോ ആ ഓരോ ദിവസങ്ങളിലും പുതിയ പുതിയ അറിവുകൾ നമ്മൾ നേടിക്കൊണ്ടിരിക്കണം. നല്ല വിദ്യാഭ്യാസം എന്നത് എല്ലാവിധത്തിലുള്ള കഴിവുകളും വളരുക, വർദ്ധിപ്പിക്കുക എന്നതാണ്. വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം, വിൽ പവർ, പിന്നെ ലക്ഷ്യം നേടാനുള്ള കഴിവ്. ഇതൊക്കെ ചേർന്നാൽ മാത്രമേ ആ വ്യക്തി ഒരു നല്ല വിദ്യാഭ്യാസം നേടിയതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. കൂടാതെ വിദ്യാഭ്യാസം നേടിയതിലൂടെ തനിക്കും തൻ്റെ കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിന് തന്നെയും തന്നാൽ കഴിയുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിവുണ്ടായിരിക്കണം. ഇറ്റ് വാസ് അബ്സല്യൂട്ട്ലി സെറ്റ് വൺസ് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. വിദ്യാഭ്യാസം നേടിയതിലൂടെ കുട്ടി വേൾഡിൽ, ലോകത്തിൽ തന്നെ മാറ്റങ്ങൾ, അവൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയണം. അതായത് നല്ല മാറ്റങ്ങൾ, അല്ലാതെ ഇന്ന് കാണുന്നത് പോലെ ലഹരിയിൽ അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറയായി വളരാൻ പാടില്ല. വി ആർ ലീഡിങ് അവർ സ്റ്റുഡൻസ് ടു ബിൽഡ് എ സ്ട്രോങ് ക്യാരക്ടർ, കറേജ്, കോൺഫിഡൻസ് and intellectual competencies to assume protective leadership role as a global citizen. നല്ല വിദ്യാഭ്യാസം നേടിയ ഒരു വ്യക്തിക്ക്, അതായത് ഒരു കുട്ടിക്ക് സ്ട്രോങ് ക്യാരക്ടർ ഉണ്ടായിരിക്കും. അവന് അവൻ്റേതായ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും, ധൈര്യം ഉണ്ടായിരിക്കും, കോൺഫിഡൻസ് ഉണ്ടായിരിക്കും, നല്ലൊരു ലീഡർഷിപ്പ് നേടാനുള്ള കഴിവുണ്ടായിരിക്കും. എല്ലാ രീതിയിലും ആ സിറ്റിസൺ അവൻ്റെ ഒരു നല്ല പൗരനായി വളരും, ഗ്ലോബൽ സിറ്റിസണായിട്ട് മാറും. വി ഡെവലപ്പ് എവറി ചൈൽഡ്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, ഫിസിക്കൽ കപ്പാസിറ്റീസ്, ക്രിയേറ്റീവ് പൊട്ടൻഷ്യൽ, 21st century ലൈഫ് സ്കിൽസ്, മൾട്ടി കൾച്ചേർഡ് അവെയർനെസ്, യൂണിവേഴ്സൽ ഹ്യൂമൻ വാല്യൂസ് ഫോർ ഹോളിസ്റ്റിക് ഗ്രോത്ത്. നല്ല വിദ്യാഭ്യാസം നേടുന്നതിലൂടെ, അതായത് ഒരു കുട്ടിക്ക് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉണ്ടായിരിക്കും. ഒരു തരത്തിലുള്ള കഴിവ് മാത്രമല്ല, പല രീതിയിലുള്ള കഴിവുകളും ഓരോ കുട്ടിയിലും ഉണ്ടായിരിക്കും. കഴിവുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിക്കുക, പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിക്കുക എന്ന് മാത്രമല്ല, അവന് ഉള്ളിൽ ഒഴിഞ്ഞിരിക്കുന്ന പഠിക്കാൻ പുറകോട്ടുള്ള കുട്ടികൾക്ക് മറ്റ് പല രീതിയിലുള്ള കഴിവുകളുണ്ടാകും. അത് കണ്ടെത്താൻ ഒരു ടീച്ചർ എന്ന നിലയിൽ നമുക്ക് സാധിക്കണം. പിന്നെ ഈ പരീക്ഷയിൽ മാർക്ക് വാങ്ങിക്കാതല്ലാതെ സ്പോർട്സ്, ഫിസിക്കൽ കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കാം ചില കുട്ടികളിൽ. അവൻ്റെ സ്പോർട്സ് സ്പിരിറ്റ് മനസ്സിലാക്കി അവൻ അതിലേക്ക് നയിക്കണം. ക്രിയേറ്റീവ് പൊട്ടൻഷ്യലായിരിക്കണം. പിന്നെ 21st
century life skill, multicultured awareness. ഇതൊക്കെ നേടി ഒരു യൂണിവേഴ്സൽ, ഒരു പ്രപഞ്ചത്തിൻ്റെ തന്നെ നല്ലൊരു മൂല്യമുള്ളൊരു വ്യക്തിയായി അവനെ വാർത്തെടുക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സ്, അതായത് മെൻറ്റേഴ്സ്. ടീച്ചേഴ്സ് ആർ ഓൾവേസ് മെൻറ്റേഴ്സായിട്ട് മാറണം നാം. എ ഗുഡ് എഡ്യൂക്കേഷൻ ക്യാൻ ചേഞ്ച് എനിവൺ. എ ഗുഡ് ടീച്ചർ ക്യാൻ ചേഞ്ച് എവരിത്തിങ്. ഒരു നല്ല വിദ്യാഭ്യാസം നേടിയിരിക്കുന്ന കുട്ടിക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും, അതായത് നല്ല മാറ്റങ്ങൾ. ഒരു നല്ല ടീച്ചറിന് എത്ര മോശമായൊരു കുട്ടിയെ ആയാലും അവനെ ചേഞ്ച് ചെയ്തുകൊണ്ടൊന്ന് അവനിൽ മാറ്റം വരുത്താൻ, അവനെ നല്ല രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ടീച്ചേഴ്സ് വിൽ ബിക്കം ഫെലിസിറ്റേറ്റേഴ്സ് ഓഫ് ലേണിംഗ്. ടീച്ചേഴ്സ് എപ്പോഴും ഫെലിസിറ്റേറ്റേഴ്സ് ആയിരിക്കണം, അറിവ് നേടാനുള്ള ഒരു വഴിയായിരിക്കണം ടീച്ചേഴ്സ്. മേക്കിംഗ് ലേണിംഗ് എൻജോയബിൾ. ആ ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ അവൻ എൻജോയ് ചെയ്തുകൊണ്ട് നേടിയെടുക്കാൻ കഴിയണം. അല്ലാതെ ഭീഷണിപ്പെടുത്തി അനങ്ങരുത്, മിണ്ടരുത് എന്നൊക്കെ പറഞ്ഞ് ടീച്ചറിനെ കാണുമ്പോൾ തന്നെ പേടിച്ച് വിറച്ചിരിക്കുന്നൊരവസ്ഥയാവരുത്. അവൻ ഇഷ്ടത്തോടെ സന്തോഷത്തോടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നതായിരിക്കണം. ചില കുട്ടികൾ നമ്മളിനി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും അവന് മനസ്സിലാവാതൊരവസ്ഥ ഉണ്ടായിരിക്കാം. കാരണം നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന ആ മോഡലല്ല അവന് വേണ്ടത്. അവന് വേറെ എന്തോ ഒരു തരത്തിലായിരിക്കണം അവനെ മാറ്റിയെടുക്കണം. അവന് മനസ്സിലാവുന്ന രീതിയിൽ അവന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളവന് പറഞ്ഞു കൊടുക്കണം. ആ സമയത്ത് മാത്രമേ ആ കുട്ടി അതിൽ എൻജോയോടെ, അതായത് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് അത് മനസ്സിലാക്കുകയുള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രമേ അവനത് പ്രാവർത്തികമാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവിടെ ടീച്ചേഴ്സിന് ഒരുപാട് റോളുണ്ട്. ടീച്ചേഴ്സ് ഓരോ കുട്ടിയെയും പഠിച്ച് അവൻ്റെ ഫോൾട്ടും അവൻ്റെ ഗുണങ്ങളും എല്ലാം കണ്ടെത്തി നല്ലൊരു വിദ്യാഭ്യാസം, അതായത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവന് കൊടുക്കണം. എ സോളിഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡൻറ്റ് ലീഡ് ടു ബെറ്റർ സ്കൂൾ എൻവയോൺമെൻറ്റ്. ടീച്ചറും കുട്ടികളും തമ്മിലുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ്, സ്ട്രോങ് റിലേഷൻഷിപ്പ് സ്കൂൾ എൻവയോൺമെൻറ്റിനെ തന്നെ മാറ്റിമറിക്കും. സ്കൂൾ നല്ലൊരു പേര് നേടിയെടുക്കാൻ ടീച്ചറും സ്റ്റുഡൻസും നല്ല രീതിയിലൊരു നീങ്ങുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പിലൂടെ സാധിക്കും. എവരി ചൈൽഡ് ഈസ് പൊട്ടൻഷ്യലി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തിന് വെളിച്ചം നൽകേണ്ടവരാണ് വിദ്യാർത്ഥികൾ. അവരുടെ വെളിച്ചത്തെ കുറച്ചുകൂടി ബ്രൈറ്റൺ ചെയ്തു കൊടുക്കലാണ് ടീച്ചേഴ്സിൻ്റെ കഴിവ്. അല്ലാതെ അത് തല്ലിക്കെടുക്കാനോ അതിൻ്റെ വെളിച്ചം മങ്ങിക്കാനോ ഒരിക്കലും ഒരു ടീച്ചർ അതിന് ഒരു അവസരമാവരുത്. ടീച്ചർ അതിനൊരു കാരണമാകരുത്. ടീച്ചർ ഈസ് പൊട്ടൻഷ്യലി every child is potentially the light of the world. To increase their light, teacher will become to increase or develop their light. Dear teachers, we develop the following skills of every child. ഓരോ കുട്ടിയുടെയും താഴെ പറയുന്ന സ്കിൽസ് വർദ്ധിപ്പിക്കാൻ ടീച്ചേഴ്സ് ശ്രമിക്കണം. പേഴ്സണൽ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് ലിറ്ററസി ഡെവലപ്മെൻറ്റ്. സമൂഹത്തിനാവശ്യമുള്ള അവൻ സ്വയം വളരണം, സമൂഹം വളർത്തണം, അങ്ങനെയുള്ളൊരു ഡെവലപ്മെൻറ്റ് അവന് സാധിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം കുട്ടികൾക്ക്. ലാംഗ്വേജ്, നല്ല നല്ല വാക്കുകൾ സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും എല്ലാം അവൻ ഡെവലപ്മെൻറ്റ് ചെയ്യണം. പ്രോബ്ലം സോൾവിങ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യും എന്നത് അവന് കഴിയണം. അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടാനോ അതിൽ നിന്ന് പേടിച്ച് ഭയപ്പെട്ട് പിന്മാറാനോ ഒരിക്കലും പാടില്ല. പ്രോബ്ലം സോൾവിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ. ആ ഒരു എബിലിറ്റിയാണ് നമുക്ക് ആദ്യം ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ചും ആവശ്യമുള്ളത്. റീസണിങ് ആൻഡ് ന്യൂമറസി ഡെവലപ്മെൻറ്റ്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം വരാനുള്ള കാരണം എന്ത്, അല്ലെങ്കിൽ ആ പ്രോബ്ലം എങ്ങനെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാം എന്ന് ഉണ്ട്. അല്ലാതെ ഞാൻ ആ പ്രോബ്ലത്തിൽ പെട്ടുപോയി എനിക്ക് ഒന്നും പറ്റില്ലേ എന്നുള്ളൊരവസ്ഥയാവരുത്. ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കതിൽ നിന്ന് പിന്മാറാനുള്ളൊരു വഴി എവിടെയെങ്കിലും ഉണ്ടാകും. ഫിസിക്കൽ ആൻഡ് ക്രിയേറ്റീവ് ഡെവലപ്മെൻറ്റ്.
കുട്ടികളിൽ നല്ല ഫിസിക്കൽ കപ്പാസിറ്റീസ് ഉണ്ടായിരിക്കണം, നല്ല ക്രിയേറ്റീവ് ആയിരിക്കണം, അവർ പുതിയ പുതിയ വസ്തുക്കൾ കണ്ടെത്താനുള്ള കഴിവുള്ളവരായിരിക്കണം. നോളജ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ വേൾഡ്, സമൂഹവും ലോകത്തെയും മൊത്തം മനസ്സിലാക്കുന്ന രീതിയിലായി അവൻ വളരണം. ടാലൻറ്റ് വിൻസ് ഗെയിം ബട്ട് ടീം വർക്ക് ആൻഡ് ഇൻ്റലിജൻസ് വിൻസ് ചാമ്പ്യൻസ്. ടാലൻറ്റ് കൊണ്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. എനിക്ക് നല്ലൊരു കഴിവുണ്ടെങ്കിൽ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടാൻ എനിക്ക് കഴിയും. പക്ഷേ എന്നെപ്പോലെ എൻ്റെ സഹപ്രവർത്തകരും, അതായത് ഒരു കുട്ടി നല്ല വിജയം നേടിക്കഴിഞ്ഞാൽ സ്കൂളിന് നല്ല പേര് കിട്ടും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഒരു 5-10 കുട്ടികൾ നല്ലൊരു വിജയം നേടിയെടുക്കുകയാണെങ്കിൽ അവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ നല്ലൊരു പേര് നേടിക്കൊടുക്കാൻ, ആ സ്കൂളിനെ ഒരു ചാമ്പ്യനാക്കി മാറ്റാൻ കഴിയും. ദ വൈഡർ റേഞ്ച് ഓഫ് പോസിബിലിറ്റീസ് വിൽ ഓഫർ ചിൽഡ്രൻ, ദ മോർ ഇൻറ്റൻസ് വിൽ ബി ദെയർ മോട്ടിവേറ്റീവ് ആൻഡ് റിച്ചർ ദെയർ എക്സ്പീരിയൻസ്. അവരുടെ എക്സ്പീരിയൻസിലൂടെ പുതിയ പുതിയ വസ്തുക്കൾ കണ്ടെത്താനും, അതായത് അവർ സയൻറ്റിഫിക്കലി അവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നേടാനുള്ള കഴിവ് വർദ്ധിപ്പിക്കണം. There are mainly 7 models of quality in education. ഗോൾ ആൻഡ് സ്പെസിഫിക്കേഷൻ മോഡൽ, എപ്പോഴും വിദ്യാഭ്യാസം നേടുമ്പോൾ അതിനൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. റിസോഴ്സ് ഇൻപുട്ട് മോഡൽ, ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നല്ലൊരു ഔട്ട്പുട്ട് നമ്മൾക്ക് വരണം. പ്രോസസ് മോഡൽ, പ്രോസസ് തരത്തിലായിരിക്കണം. സാറ്റിസ്ഫാക്ഷൻ മോഡൽ, ഒരു വിദ്യാഭ്യാസം നേടിക്കൊടുത്താൽ ആ അഭ്യസിപ്പിച്ച അധ്യാപകനും വിദ്യാർത്ഥിക്കും ഒരുപോലെ സാറ്റിസ്ഫാക്ഷൻ തോന്നണം. ലെജിറ്റിമസി മോഡൽ, എബ്സെൻസ് ഓഫ് പ്രോബ്ലം മോഡൽ, ഓർഗനൈസേഷണൽ ലേണിംഗ് മോഡൽ. ഇതെല്ലാം നേടിക്കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റുഡൻറ്റിന് ഒരു ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടി അവൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നേടുന്നതിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാത്രമല്ല പങ്ക്, സമൂഹത്തിനും അവൻ്റെ വീട്ടിലെ അന്തരീക്ഷങ്ങൾ അവന് ഒരുപാട് ബാധിക്കും. വീട്ടിലെ അന്തരീക്ഷം, അവൻ്റെ ഫ്രണ്ട്സ്, കൂട്ടുകാർ തമ്മിലുള്ള കളി, അതുപോലെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും, ഒരു കുട്ടി ചീത്തയാവാനും നന്നാവാനും ഈ എല്ലാവരുടെയും സഹായം വേണം. ചീത്തയാവുന്നതിനും ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നല്ലതാവുമ്പോൾ മാത്രം ഞാനും മറ്റുള്ള മോശമാവുമ്പോഴെല്ലാം മറ്റേവരും എന്ന് പറയുന്ന സ്വഭാവം മാറ്റി ഒരു കുട്ടി നല്ലവനാവണമെങ്കിലും ഇത്രയും ആൾക്കാരുടെ കഴിവുണ്ടായിരിക്കും. അതായത് വീട്ടിൽ നിന്നുണ്ടായിരിക്കണം, സമൂഹത്തിൽ നിന്നുണ്ടാവണം, ഫ്രണ്ട്സിൽ നിന്നുണ്ടാവണം, ടീച്ചേഴ്സിൽ നിന്നുണ്ടാവണം. ഇതേപോലെ ഒരു കുട്ടി മോശമാവാനും ഇതെല്ലാം തന്നെയാണ്, ഇതൊരാളുടെ മാത്രം കഴിവല്ല. Quality education constantly learn and improve and change. So what are the indicators of all these awareness of external need and changes? Internal process of monitoring, program development, planning, staff development. Personally love this model because organizations are pretty much like human. In this sense, they also need this empowerment to constantly change the learn and really love to help educational institutions to do that. In some cases, the connection between organizational learning process and the learning outcome might not be very clear. Thank you for all.